നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തെമ്പാടുമുള്ള ക്രൈസ്തവ സഹോദരന്മാർക്ക് ഈസ്റ്റർ ദിന ആശംസകൾ നേരുന്നു. ഈസ്റ്ററിന് മുൻപായി പെസഹ വ്യാഴാഴ്ചയും ദുഃഖവെള്ളിയാഴ്ചയും ആചരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പെസഹ വ്യാഴാഴ്ച ദിവസം അന്ത്യ അത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ കാൽ കഴുകിയതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം യേശുദേവൻ പറഞ്ഞു, നിങ്ങളുടെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ കാൽ കഴുകേണ്ടതാവുന്നു. ഒപ്പം അന്ത്യാത്താഴത്തിനിരിക്കുമ്പോൾ അദ്ദേഹം ശിഷ്യരോട് പറയുകയാണ്, നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇത് കേട്ട ശിഷ്യന്മാർ അത്യന്തം ദുഃഖിതരായെങ്കിലും ആ വാക്കുകൾ സത്യമാവുകയാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. യൂദാസിന്റെ ഒറ്റിക്കൊടുക്കലിലൂടെ, സഹായത്തിലൂടെ യഹൂദ പടയാളികൾ ക്രിസ്തുവിനെ പിടിക്കുകയും തുടർന്ന് ക്രൂശിക്കുകയും ചെയ്തത് നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളും വായിച്ചറിഞ്ഞ കാര്യങ്ങളും. സമകാലിക രാഷ്ട്രീയ പരിസരങ്ങളെ ഒന്ന് പരിശോധിക്കുമ്പോൾ ക്രൈസ്തവ സമൂഹത്തിലെ വിരലിലെണ്ണാവുന്ന ഒരു വിഭാഗം ഇത്തരം യുദാസുകളായി മാറുന്നതിൽ അത്യന്തം ഉത്കണ്ഠ ഉണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിയിൽ ഫാസിസ്റ്റ് നയം അനുവർത്തിക്കുന്ന പരിവാരങ്ങൾക്ക് കുടപിടിക്കുകയാണ് അത്തരക്കാർ ചെയ്യുന്നത്. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ പരസ്പരം ശത്രുതയില്ലാതെ പോകുന്ന മതസമൂഹങ്ങൾ തമ്മിൽ വിഭാഗീയതയ്ക്ക് വളം കൊടുക്കുകയാണ് അത്തരം നയം സ്വീകരിക്കുന്നവർ ചെയ്യുന്നത്. അതിന് അരുനിൽക്കുകയും സ്വന്തം താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അവർ മാറുകയും ചെയ്യുകയാണ് ഇന്ന്. ഇവിടുത്തെ മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്വം നശിപ്പിക്കുകയും അതിലൂടെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്യുന്ന കുൽസിത ബുദ്ധിക്ക് ഒപ്പം നിൽക്കുമ്പോൾ ഇവിടെ നഷ്ടപ്പെടുന്നത് യേശു പറയുന്ന ത്യാഗത്തിന്റെയും സത്യത്തിന്റെയും സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങളാണ്. അവരോട് തിരിച്ചു വരാൻ അവരുടെ മനസ്സുമാറ്റം ചെയ്ത് സത്യത്തിന്റെയും ത്യാഗത്തിന്റെയും വഴികളിലൂടെ സമൂഹത്തെ ഒന്നായി കണ്ട് താല്പര്യ സംരക്ഷണത്തിന് ഉപരിയായി സ്നേഹത്തെയും സഹോദര്യത്തെയും ഉയർത്തിപ്പിടിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. അതാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ പറയാനുള്ളത്. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികമാണെന്നും ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ നേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനോട് നിലനിൽക്കണമെന്നുമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈസ്റ്റർ ദിന ആശംസകൾ നേരുകയാണ് നന്മകളോടൊപ്പം.